സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയതാണ് നന്മയിലേക്ക് മുന്നേറുക എന്നത്. അവന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് കുതിക്കും. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. എത്രയും വേഗം റബ്ബിലേക്ക്, റബ്ബിന്റെ അനുഗ്രഹത്തിലേക്ക് എത്താൻ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ വിശ്വാസികളെക്കുറിച്ചും അവരുടെ അടയാളങ്ങളെക്കുറിച്ചും സവിസ്തരമായി അല്ലാഹു തആല പറഞ്ഞു തരുമ്പോൾ ആ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 61ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. മുഅ്മിനീങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് അറിയോ? അവർ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിലേക്ക് ഉളരി വരുന്നവരാണ്, ധൃതിപ്പെടുന്നവരാണ്, നന്മയിൽ മുന്നേറുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ തന്നെയാണ് മുന്നേറ്റക്കാർ, അവർ തന്നെയാണ് ഏറ്റവും നല്ലവർ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ആ നന്മ ജീവൻ നഷ്ടപ്പെടുത്തുന്ന യുദ്ധമാണെങ്കിൽ പോലും, യുദ്ധമുഖത്താണെങ്കിൽ പോലും സത്യവിശ്വാസികൾ അതിൽ ചാടിയിറങ്ങും. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ അങ്ങേയറ്റം നിർണായകമായ ബദർ യുദ്ധത്തിന്റെ വേള ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ, സൈന്യത്തെ റെഡിയാക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുശാവറ നടത്തുമ്പോൾ സഹാബത്ത്, അൻസാരികളായ സഹാബത്ത്, ആ അൻസാരികളായ സഹാബത്തിന്റെ ആ വിഷയത്തിലുള്ള റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മുത്തുനബി സാഗൂതം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് സഹാബത്ത്, അൻസാരികളായ സഹാബത്ത് പറയുന്നത്, യാ റസൂലല്ലാഹ് لأن إنا لا تقول لك كما قالت بنو إسرائيل لموسى. അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായീലിൽ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയില്ല നബിയേ. എന്താണ് മൂസാ നബിയോട് ബനു ഇസ്രായീലിൽ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്ന ഹാഹുനാ ഖാഇദൂൻ. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, മൂസാ നീയും നിന്റെ റബ്ബും പോയി, നീയും നിന്റെ അല്ലാഹുവും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് ബനു ഇസ്രായീലിൽ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയില്ല നബിയേ. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. നബിയേ, അങ്ങും അങ്ങയുടെ റബ്ബും മുന്നിട്ട് നിന്നോളൂ, അങ്ങയോടൊപ്പം ഞങ്ങളുമുണ്ട് നബിയേ എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറയുകയാണ്. വിശ്വാസിയുടെ അടയാളമാണത് യുദ്ധമുഖത്താണെങ്കിൽ പോലും നന്മയിലേക്ക് ചാടിയിറങ്ങുക എന്നത്. ഓരോ അമലും അങ്ങനെയാണ്. ഓരോ അമലും അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നതാണ് അതിലേക്ക് മുന്നേറുക, മുന്നിടുക എന്ന് പറഞ്ഞ ഖുർആൻ വാക്യത്തിന്റെ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ എന്ന വാക്യത്തിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. വഹും ലഹാ സാബിഖൂൻ എന്ന് പറഞ്ഞാൽ അഹ്സനു മാ ഖീല ഫീഹി അന്നഹും യസ്ബിഖൂന ഇലാ ഔഖാതിഹാ. ഓരോ അമലും അതിന്റേതായ കൃത്യമായ സമയത്ത്, കൃത്യമായ സ്ഥാനത്ത് നിർവഹിക്കുക എന്നതാണ്. എന്നിട്ട് ഇമാം ഖുർത്തുബി വിശദീകരിക്കുകയാണ്, വദല്ല ബിഹാദാ അന്ന സ്വലാത ഫീ അവ്വലി വഖതി അഫ്ളൽ. ഓരോ വഖത്ത് നിസ്കാരവും അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായത്, ശ്രേഷ്ഠമായത്. വകുല്ലു മൻ തഖദ്ദമ ഫി ശൈഇ ഫഹുവ സാബിഖുൻ ഇലൈഹി. ഓരോ കാര്യവും, ഓരോ അമലും അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നിർവഹിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത കൈവരിക. അതിനാണ് നന്മയിലേക്ക് മുന്നേറുന്നവരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞതിന്റെ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരം എന്ന് പറയുന്നത് 5 നേരം നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം, 5 നേരം നിശ്ചയിക്കപ്പെട്ട കർമ്മമാണ്.
ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ജുമുഅയുള്ളത്. വർഷത്തിൽ ഒരിക്കലാണ് നോമ്പും സകാത്തും അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രമാണ് അല്ലാഹു തആല നമുക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം, ആയുസ്സിൽ ഒരിക്കൽ മാത്രം, കൊല്ലത്തിലല്ല, ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കപ്പെട്ട അമലാണ്, നിർബന്ധമാക്കപ്പെട്ട കടമയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് നിർബന്ധമാക്കിയ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ഹജ്ജ് ഫർദാക്കിയിരിക്കുന്നു, ഹജ്ജ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധനം നടത്തുമ്പോൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂൽ മൗനം പാലിച്ചു. ആ സ്വഹാബി 3 പ്രാവശ്യം ചോദ്യം ആവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഞാൻ നീ ചോദിക്കുന്ന ഓരോ പ്രാവശ്യം നഅം 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 എന്ന് മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായേനെ. പക്ഷേ ഞാൻ മൗനം പാലിച്ചതുകൊണ്ട് കൊല്ലത്തിലൊരിക്കലല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ വളരെ ക്ലേശകരമായ പ്രയാസകരമായ ഒരു അമലിനെ നീ ചോദിച്ച സമയത്ത്, നിങ്ങൾ ചോദിച്ച സമയത്തിലാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് എല്ലാ വർഷവും നിർബന്ധമാക്കിയേനെ. അതുകൊണ്ട് റസൂൽ പറയുന്നു, ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി, ബാക്കിയുള്ളതൊക്കെ നീ ഉപേക്ഷിക്കൂ. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസറത്തി സുആലിഹിം വഇഖ്തിഫാലിഹിം അലാ അംബിയാഇഹിം. മുൻകഴിഞ്ഞ പോയ സമൂഹത്തെയെല്ലാം അവർ ശിഥിലീകരണത്തിലേക്ക് എത്തിയത്, നശിച്ചു പോകാനുള്ള കാരണം അവരുടെ അമിതമായ ചോദ്യവും അഭിപ്രായ വ്യത്യാസവുമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിച്ചത് നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ അനുസരിക്കുക, അത് നിങ്ങൾ പാലിക്കുക. നിങ്ങളോട് ഞാൻ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ആയുസ്സിൽ ഒരിക്കൽ നിർവഹിക്കുന്ന നിർബന്ധമായ കടമയാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവനും അതിന് സമയമുണ്ട്. ആ സമയമുള്ള കാരണം കൊണ്ട് ഹജ്ജിന്റെ കാര്യത്തിൽ പല ആളുകളും മനസ്സരാൻ, പല ആളുകളും വീഴ്ച വരുത്തുകയാണ്. കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, സകാത്ത് കൃത്യമായി നൽകുന്നവർ പോലും ഹജ്ജിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുകയാണ്. എന്താണ് അതിന്റെ കാരണം? സമയമായില്ല, ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ, പിന്നെ എന്ന് മാറ്റിവെക്കുകയാണ്. പിന്നെയാകട്ടെ എന്ന ചിന്ത അവന്റെ ചിന്താമണ്ഡലത്തിലേക്ക് ജിബ്രീൽ ഇട്ടു കൊടുക്കുകയാണ്. മഹാനായ ഖതാദ തങ്ങൾ പറയുന്നുണ്ട്, ഖറഅതു ഫീ ബഅദിൽ കുതുബി, ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന സൗഫ ജുൻദും മിൻ ജുൻദി ഇബ്ലീസ്. ഏതൊരു കാര്യവും പിന്നെയാകട്ടെ എന്ന ചിന്ത അത് ഇബ്ലീസിന്റെ സൈന്യത്തിൽ നിന്നുള്ള ഒരു സൈന്യമാണ്. ഹജ്ജിന്റെ കാര്യം വളരെ ഗൗരവമാണ്. ഹജ്ജ് നീട്ടിവെച്ചാൽ പിന്നെ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം എന്ന് ഹദീസുകളിൽ കാണാം. സമയമായാൽ ഉടനെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളണം. ഹജ്ജ് നീട്ടിവെച്ചാൽ പിന്നെ അത് ചെയ്യാൻ കഴിയാത്ത, നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ ചിലപ്പോൾ എത്തിച്ചേർന്നേക്കാം. ഏതുവരെ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 5 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഹജ്ജിന് സമയമായി അവനതിനുള്ള വിഹിതമെല്ലാം എത്തിയിട്ടുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സംവിധാനങ്ങളെല്ലാം റെഡിയാണ്. എന്നിട്ട് 5 വർഷക്കാലം അവൻ ആ ഹജ്ജിനുള്ള ഒരുക്കത്തെ നീട്ടിയിട്ടാൽ അവൻ ഏറ്റവും വലിയ ഗുരുത്വം കെട്ടവനാണ്, അപലക്ഷണമുള്ളവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തുനബി പറയുന്നു, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറയുന്നു, ഇന്ന അബദൻ സഹഹത ലഹു ജിസ്മഹു, ഞാൻ എൻ്റെ അടിമയ്ക്ക് അവന് ഞാൻ നല്ല ആരോഗ്യം നൽകിയിട്ടുണ്ട്. വവസഅത അലൈഹി ഫിൽ മഈശതി, അവന്റെ ജീവിതോപാധികൾക്ക് വേണ്ട മഈശത്ത് അവന് ഞാൻ വിശാലമാക്കിയിട്ടുണ്ട്. തംവി അലൈഹി خمسة أعوام لا يفد إلي لمحروم.
എന്നിട്ട് 5 വർഷത്തിലധികമായി അവന്റെ നിർബന്ധമായ ഹജ്ജ് എന്ന കർമ്മത്തെ പിന്നെയാകട്ടെ ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി നീട്ടിവച്ചാൽ അവൻ ഏറ്റവും വലിയ അപലക്ഷണമുള്ളവനാണ്, നന്മ തടയപ്പെട്ടവനാണ്, കുരുത്തം കെട്ടവനാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തീർന്നു നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, അങ്ങനെ ഒരാൾ ഹജ്ജിന് കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ അവൻ മരണപ്പെട്ടു പോയാലോ, ജൂതനോ നസ്രാനിയോ ആയിട്ടാണ് അവൻ മരണപ്പെടുക. ഹബീബായ മുത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, മല്ലം തഹ്സബഹു ഹാജത്തുല്ലാഹിറ, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും പ്രകടമായ ഒരു തടസ്സങ്ങളും അവനില്ല. അല്ലെങ്കിൽ അവന് പിടിപെട്ട ഒരു രോഗമില്ല, അവന് അക്രമികാരിയായ ഒരു ഭരണാധികാരിയുടെ കാരണം കൊണ്ട് ഹജ്ജ് പിന്തിരിക്കാൻ, ഹജ്ജ് ചെയ്യാതിരിക്കാൻ തരമില്ല. എന്നാൽ അവൻ ഹജ്ജ് ചെയ്തില്ല. അവൻ മരണപ്പെടുന്നത് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടായിരിക്കും, നസ്രാനിയോ ആയിട്ടാണ്. ഈമാനില്ലാതെ മരണപ്പെടാനത് കാരണമാകുമെന്ന് സാദിഖുൽ മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഗൗരവം കണ്ടോ നിങ്ങൾ? ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് മുൻഗാമികൾ ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും അവർക്ക് വർത്താക്കിയിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. മഹാനായ അസ്വദ് ബിൻ യസീദ് തങ്ങളിൽ നിന്നുള്ള ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം അന്വേഷിച്ച് ഈ മനുഷ്യൻ ഹജ്ജിന് കഴിവുള്ള ആളായിരുന്നില്ലേ, എന്നിട്ട് ഇയാൾ ഹജ്ജ് ചെയ്തില്ലല്ലോ. ലൗ മിത്ത വലം തഹജ്ജല മുസല്ലി അലൈക, ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാത്തവന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുകയില്ല. മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു മഅ്ഖിൽ തങ്ങൾ പറയാൻ, ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നു. ആ മനുഷ്യനോട് ചോദിച്ച ആളുകളോട് ചോദിച്ച ഇയാൾക്ക് ഹജ്ജ് നിർബന്ധമായിരുന്ന ആളല്ലാതെ. അപ്പൊ മഹാനവർ പറഞ്ഞു, ഞാൻ ഇവന്റെ പേരിൽ നിസ്കരിക്കൂല. അല്ലാഹുവിനെ പ്രവർത്തിച്ചവനാണ് ഇവൻ, ഇവന്റെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുകയില്ല. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ അടുക്കൽ തന്റെ അയൽവാസിയോടുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ നമുക്കറിയാം. അയൽവാസിയായ മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നു. മഹാനവറുകൾ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവൻ എന്റെ അയൽവാസിയാണ്, ശരിയാണ്, അയൽവാസിയോട് ഇവന്റെ ബാധ്യതയുണ്ട്. പക്ഷേ ഇവൻ ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു, എല്ലാ സംവിധാനങ്ങളും അവൻ ഒരുക്കിയിരുന്നു. പക്ഷേ ഇവൻ ഹജ്ജ് ചെയ്തില്ല. ഇവന്റെ പേരിൽ നിസ്കരിക്കുകയില്ല. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും മുൻഗാമികളായ മഹാന്മാർ അവർ പുറത്താക്കിയിരുന്നില്ല. അതുകൊണ്ട് ഹജ്ജിനെ ഉദ്ദേശിക്കുന്നവർ വേഗത്തിൽ തന്നെ അത് നിർവഹിക്കണം. ഹബീബായ മുത്തുനബി പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അറാദൽ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഫൽയതഅജ്ജൽ, അതിനു വേണ്ടി അവൻ ഉളരിക്കൊള്ളട്ടെ, വേഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിരതമാകണം. കാരണം ഏത് സമയവും അവൻ ആരോഗ്യമുള്ളവൻ രോഗിയായി തീരാൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര വലിയ പ്രതാപിയായിരുന്നാലും അവൻ ദരിദ്രനായി മാറാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി. അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് കൊണ്ട് മറ്റു പല ആവശ്യങ്ങൾക്കും ക്ഷണനേരം മാത്രം മതി. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചോ ഉടനെ അത് നിർവഹിച്ചു കൊള്ളട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ നമ്മൾ ചിന്തിക്കണം. നാം ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവരാണോ? നമുക്ക് ഹജ്ജ് ചെയ്യാനുണ്ടോ?
അതിന് നമുക്ക് കഴിവുണ്ടോ? സാമ്പത്തികമായ കഴിവ് അത് പണമായിട്ട് തന്നെ വേണമെന്നില്ലല്ലോ. അതിനുള്ള ആസ്തിയോ വസ്തുവകകളോ നമുക്കുണ്ടോ? അല്ലെങ്കിൽ ആരോഗ്യപരമായ കഴിവ് നമുക്കുണ്ടോ? എന്നാൽ പിന്നെ നീട്ടിവെക്കാൻ പാടില്ല. നീട്ടിവെച്ചാൽ പിന്നെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ച കാലമാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് യുവാക്കളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. അതുപോലെ സാമ്പത്തികങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുന്ന അവസ്ഥകളാണ്. ഇനി കുറച്ച് വയസ്സൊക്കെ ആവട്ടെ, എന്നിട്ട് ഹജ്ജിന് പോകാമെന്ന് വിചാരിച്ചാലോ, ഹജ്ജിന് പോയി വന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, കുറച്ച് ആരോഗ്യമുള്ള സമയത്തൊക്കെ പോയാൽ മതിയായിരുന്നു. പല അമലുകളിലേക്കും അങ്ങ് എത്തിച്ചെന്ന് വിടാൻ കഴിയുന്നില്ല. പ്രയാസമാണ്. വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെച്ചാൽ അതും വലിയ പ്രയാസമായി വരും. നീട്ടിവെക്കുക എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് ഇബ്ലീസിന്റെ ദുർബോധനങ്ങളിൽപ്പെട്ട പൈശാചിക പ്രേരണയാണ്. അടുത്ത വർഷം ചെയ്യാം, പിന്നെ ചെയ്യാം, കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള തോന്നൽ പൈശാചിക പ്രേരണയാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യണമെന്ന് ഉറച്ച നിയ്യത്ത് വെക്കുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ ഞാൻ ഹജ്ജ് ചെയ്യാൻ പോവാൻ. അപ്പൊ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, നീ ഹജ്ജ് ചെയ്യണമെന്ന നിന്റെ കരുതൽ, നിന്റെ നിയ്യത്ത് അത് സത്യസന്ധമാണെങ്കിൽ, അതിനുവേണ്ടി നീ ചെലവഴിക്കുന്ന നിന്റെ സമ്പാദ്യം അത് സംശുദ്ധമാണെങ്കിൽ, നിന്റെ ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞു മടങ്ങി വരുന്നത് വരെ ശൈത്താൻ നിന്നിൽ നിന്ന്, പൈശാചിക ദുർബോധനങ്ങൾ നിന്നിൽ നിന്ന് അകന്നു നിൽക്കും. من سيئاتك كيوم ولدتك أمك. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതുപോലെ പരിശുദ്ധനായി ഹജ്ജ് പൂർത്തീകരിച്ച് നീ തിരിച്ചെത്തും. നിയ്യത്ത് നന്നാക്കുക. അതുപോലെ തന്നെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ധനം സംശുദ്ധമാവുക. എന്നാലേ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരുകയുള്ളൂ. ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ഈമാനില്ലാതെ ചത്തുപോകേണ്ട ഗതികേട് വരും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് ഹജ്ജിന്റെ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയമാണ്. ഇതിനെ നീട്ടിയിടാതെ കഴിയുന്ന ആളുകൾ ജൂലൈ 7 തീയതി മുതൽ തുടങ്ങിയതാണ്. 31 തീയതി വരെയാണ് അതിന്റെ അവസാന സമയം. അതിനുവേണ്ടി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക. അതിനുവേണ്ടി ഒരുങ്ങിയവർക്കൊക്കെ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.